ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ? സ്പെഷ്യൽ സ്വാദിഷ്ടമായ തലക്കറി, ഷാപ്പിലെ തലക്കറി. അതെ. അപ്പൊ സാധനം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാണാം കേട്ടാ. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് കഴിക്കാൻ പോണേട്ടാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പൊ സംഭവം അതെ, വീണ്ടും ശ്രുതി വന്നു. വീണ്ടും ശനി ഞായറാകുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടാ. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ശനി ഞായർ കൊണ്ടുവന്നില്ല, കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ആയിരുന്നില്ലേ? അതെ അതന്നെ. അപ്പോ അങ്ങനെയൊക്കെ ഇരുന്ന വിശേഷങ്ങൾ. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രുതി പിന്നെയും വീട്ടിലേക്ക് ബാക്ക് വന്നെങ്കിൽ ഇനി വരല് കുറവായിരിക്കും അല്ലെ? ഇനി വരല് അമ്മ ഇങ്ങോട്ട് നീങ്ങുന്നത് ക്യാമറത്തെ ഗേണിൽ അങ്ങാടങ്ങോട്ട് പോലെ വാ. അപ്പോ ഇതിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലെ? എന്തായാലും ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊതിച്ചിരിക്കും. അപ്പൊ ഇന്ന് ശ്രുതിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോലെയാണ്. ഫുഡിന്റെ വീഡിയോ ഉണ്ടാ ഇന്ന് സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അതെ, അപ്പൊ എന്റെ കുക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കുക്കിംഗ് ഉണ്ടാക്കണമെന്ന് കാണിക്കണില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? ഞങ്ങള് നേരത്തെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ശ്രുതിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? ശ്രുതി ആദ്യമായിട്ടാണ് അല്ല, ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ്. അതിന് മുന്നേ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണേ. ഞങ്ങൾ എവിടെയെങ്കിലും കളിക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ അതിൽ സന്തോഷം. അതെ, അപ്പൊ നമുക്ക് ഇന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ച് കൊതിക്കാം അല്ലേ? അല്ലേ സുണ്ണ? അതായത് ഒരാളും കൂടി ഉണ്ടല്ലോ, അംഗങ്ങളെണ്ണം കൂടി അങ്ങനെ സ്ഥിതിക്ക്. അതെ, അപ്പൊ നമുക്ക് നേരെ പോയല്ല. അപ്പൊ നേരെ നമുക്ക് പോവാം. ബാ. അപ്പൊ നോക്കി ഇവിടെ തകൃതിർമ്മയായിട്ട് പണികളൊക്കെ കടന്നോണ്ടിരിക്കേണ്ട. അമ്മ എന്താണിട്ട്? ചോറ് വെന്ത്, പിന്നെ നമ്മുടെ ചട്ടിച്ചോറിന്റെ കുറച്ച് കറികളുടെ പണികളൊക്കെ കഴിഞ്ഞു. പറഞ്ഞ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ ഇവിടെ അച്ചിങ്ങയും ചെമ്മീനും കൂടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. കുറെ കറികളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? ഇന്ന് ബീഫും ചിക്കനൊന്നും ഇല്ലാത്തൊരു ചട്ടിച്ചോറ് വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതെ, ഇത് നോക്കിയേ, തല ഇരിക്കുന്നുണ്ട്, കറികളൊക്കെ ഉണ്ട്, ചാളി ഇരിക്കുന്നുണ്ട്, പിന്നെ അതെ മാന്തൽ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറെ കറികളുണ്ട്, മാങ്ങ കൊണ്ടൊരു പിടുത്തമുണ്ട്. അതെ, അത് വേണ്ട. അപ്പൊ ഈ തലയും കൊണ്ട് അധികം കയറി ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുത്തിയേക്കാണ്. ഇടക്കിടക്കൊക്കെ വന്നാൽ മതി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ കറികൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ചട്ടിച്ചോറായിരിക്കും വെക്കാൻ പോണത്. ആയിക്കൊണ്ടിരിക്കുന്നു. കറി വെക്കണമെന്ന് ഞങ്ങൾ കാണിക്കണില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇന്ന് വ്യത്യസ്തമായ ചിക്കനും ബീഫും ഇല്ലാത്തൊരു ചട്ടിച്ചോറാണ്. അപ്പൊ ശ്രുതി അപ്പുറത്ത് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അവിടെ. അപ്പൊ അല്ലേ? ആ വഴി തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴി പോവും. പിന്നെ ഞാനിവിടെ പറയാണ്ട് ഇവിടെ കിട്ടാണ്ട് ഇവിടെ ബുദ്ധിമുട്ടിക്കൂടാ. അതെ, അപ്പൊ നമുക്കിത് ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിച്ചോറ് തിന്നണേക്ക് കാണാം. കുറെ ഇങ്ങനെ ഉണ്ടാക്കണ എല്ലാം കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കണില്ല. ഇതെല്ലാം ഉണ്ടാക്കണേക്ക് 100 പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഉണ്ടാക്കണ കാണിച്ചിട്ട് നിങ്ങൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടി ഞങ്ങൾക്കും ബോറടി. അപ്പോൾ ഇതിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളെ കാണാം. അപ്പോൾ നോക്കിയ തലക്കറിയും കൂടി വെച്ചോണ്ടിരിക്കേണ്ട. തലക്കറി നമ്മൾ കറി വെക്കള്ള, ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് നേരെ തിന്നും. ഇതിങ്ങനെയല്ലേ, ഇങ്ങനെ കുഴച്ച് വെക്കും. കുഴച്ച് വെച്ചിട്ട് നേരെ അടപ്പത്തേക്ക് കയറ്റി വെക്കും. അപ്പത്തെ തലക്കറി ആകും അല്ലേ? അതെ അതെ, ഈ കുഴയിലാണ് മീനിന്റെ അരപ്പൊക്കെ പിടിക്കില്ല അല്ലേ? സ്വാദിഷ്ടമായ തലക്കറി, ഷാപ്പിലെ തലക്കറി. അപ്പൊ സാധനം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാണാം കേട്ടാ. ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കുമ്പോ ഓക്കെ. അതെ, എന്റെ കൈ കഴിയ വെള്ളവും കൈപ്പുണ്യവും പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഉഷാറാക്കിയല്ലപ്പാ. ദേ ഉഷാറായിട്ടിരിക്കണ്ടല്ലോ. എന്താണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോണേട്ടാ. നോക്കിയേ, അപ്പൊ നോക്കി നമ്മുടെ തലക്കറി ഇവിടെ ഇരിക്കണ്ട കേട്ടാ.
പിന്നെ മെയിൻ ചട്ടി ഇവിടെ ഉണ്ട്. ചട്ടി അവിടെ ഇരിപ്പുണ്ട്. അത് ഇന്നലത്തെ കറിയുടെ ചട്ടിയാണ് കേട്ടോ, അയലക്കറിയുടെ. അതിനുള്ള ചട്ടി കോരിയുടെ വെച്ചിട്ടുണ്ട് ഇത്ര ഉള്ളു. പിന്നെ നമ്മുടെ ചാള വറുത്തത് സൂപ്പർ, നല്ല അയിലയുടെ അത്രയുള്ള ചാള വറുത്തുണ്ട്. മാന്തലുണ്ട്, മാന്തല്. മുട്ട വറുത്തത് കൊണ്ടാട്ടം, ഞങ്ങളുടെ കൊണ്ടാട്ടം. പിന്നെ ഇതാണ് നമ്മുടെ മോരുകറി, പൈനാപ്പിൾ മോരുകറി. ഇത് ചീരയും പരിപ്പും. ഇതെന്താണ് ശ്രുതി? അച്ചിങ്ങയും ചെമ്മീനും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ, കുറച്ചധികം കഴിച്ചിട്ടിരിക്കണം. അതെ, ശ്രുതി ട്രിപ്പ് കഴിഞ്ഞിട്ടിരിക്കേണ്ട. അതെ, പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങ ചമ്മന്തി. ഇത്ര സാധനങ്ങൾ കൂട്ടി നമുക്കൊരു പിടുത്തം പിടിച്ചാലാ. വെറൈറ്റി ചട്ടിച്ചോറാണ്. എല്ലാ ചട്ടിച്ചോറിലും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവുമല്ലോ. ചെമ്മീനായിട്ട് ബീഫും ചിക്കനൊക്കെ എല്ലാത്തിനും കണ്ടേക്കണം. ചെമ്മീനായിട്ട് ചെമ്മീൻ കറി ഇല്ല, ഞങ്ങൾ ഇതിന്റെ കൂടെ ഇട്ടുപോയി. എന്തിന്റെ കൂടെ? നല്ല ചെമ്മീൻ മതി, ചെമ്മീൻ മാത്രം വിളിക്കാം. ഇത് കാണുന്നില്ല, അച്ചിങ്ങാണുള്ള കണ്ടാ. ഞാൻ ഈ ചെമ്മീനൊക്കെ കാണിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ? പരിപാടി കടന്നാ വാ, നമുക്ക് തുടങ്ങാം. വാ ഇട്ടോമേ. അപ്പൊ നമ്മുടെ ചട്ടിച്ചോറിന്റെ വിഭവങ്ങളൊക്കെ റെഡിയായി. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഒന്നും നോക്കണില്ല, കുറച്ച്. അതെ, കുറച്ച് നാളെ ഇത് ചെയ്യണം ആഗ്രഹിച്ചേക്കണം. ചോറ് ചട്ടിയിൽ ഞാനൊരു വീഡിയോ എടുത്ത് വീഡിയോന്റെ ഉള്ളിൽ നോക്കി നിക്കണ അമ്മ ചോറിടണത് ചട്ടിയില്. അങ്ങനെ ചോറിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കണ്ട് കയ്യും ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കണോണ്ടാണ് കേട്ടത്. ചോറ് മതിയില്ലേ? ഞാനല്ല, അങ്ങോട്ടാണ് നോക്കണത്. ഞാൻ ഇയാളെന്ന് അറിഞ്ഞില്ല, രണ്ടുപേരും ക്യാമറ ആയിട്ട് നിൽക്കണേ. എനിക്ക് ആരെ നോക്കി പറയണമെന്നൊരു പിടിയില്ല. എന്തായാലും ക്യാമറ ഉണ്ട്. നമ്മുടെ ചട്ടിച്ചോറ് റെഡിയായി. ചോറ് റെഡിയായി. ഇനി നമ്മൾ ഓരോ കറികളും ഇടാൻ പോയേന്. ആദ്യം എന്തിടുന്നല്ലേ? ചീരത്തോരൻ. അച്ചിങ്ങ ചെമ്മീനും കൂടെ. ചെമ്മീൻ തോരൻ. അച്ചിങ്ങ മാറ്റിക്കളഞ്ഞ അച്ചിങ്ങനെ മുക്കി. കൊണ്ടാട്ടം കൊത്തി നിർത്തി. ചാമീനും കൂടെ ലാവിശാക്കിക്കളഞ്ഞു. ഇനി അയിലക്കറി. സൂക്ഷ്മമായി ഇട്ടോണ്ടിരിക്കണ നോക്കണില്ല ഇതിൻ്റെ അകത്തോട്ട്. മുട്ട വറുത്തത്. ഒരു മടക്ക് കൂടെ ഉണക്കണോ? കീറി എടുത്ത് നോക്കാം. നീ ചമ്മന്തി. അതില് കണമിണ്ടാണ്ടിക്കണിരുന്ന് കുറച്ച് നേരത്തേക്ക്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീലെടുക്കണമുണ്ട്, അതുകൊണ്ടാണ്. ചമ്മന്തി, തേങ്ങയും മാങ്ങയും കൂടെ ചമ്മന്തി അരച്ചത് വെച്ച്. നമ്മുടെ പൈനാപ്പിൾ കറി. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഒരുവിധം എല്ലാം ഇട്ട് കഴിഞ്ഞു. തലക്കറി ഇടണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചട്ടിയാണ് ഈ കാണുന്നത്. കണ്ടതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പയ്യനെ പോയി കാണിച്ചതാണ്. മതിയാ? വേണം, പക്ഷെ അതൊന്ന് റെഡിയാക്കി തന്നെ ഒന്നല്ലേ. ഇനി കണ്ണന് ക്യാമറ കൈമാറണം. അതെ, ക്യാമറ കൈമാറണത് അവിടെ. അമ്മ ചട്ടിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് നോക്കി നല്ല ഭംഗി സുന്ദരി കുട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തലക്കറി ഇതിന് പകുതിയായിട്ട് ശേഷം ഇടുകൊള്ളണ്ട, ഒന്ന് കുഴച്ച കൂട്ടിയതിന് ശേഷം അല്ലേ. അതാ, ഇതാണ് എനിക്ക് ഇന്ന് ശ്രുതിക്ക് കൊടുക്കാൻ പറ്റിയ സ്പെഷ്യൽ. ഇഷ്ടപ്പെട്ട ശ്രുതി? തുടങ്ങാലോ. അതെ, പരിപാടി തുടങ്ങിയാട്ടാ. ഇത് നമ്മുടെ സ്പെഷ്യൽ ശ്രുതിക്കുള്ള ചട്ടിച്ചോറ് പിടിക്കാൻ പോണേണ് അല്ലേ. നേരെ നല്ല കുഴച്ചിട്ടില്ലേ. ഇന്നലെ തുടങ്ങിയത് റെഡിയാക്കി വെക്കണേ നമ്മളെ. സ്പെഷ്യൽ ആദ്യം തന്നെ നമുക്കൊരു കാര്യമില്ല.
എന്തൊരു കാര്യമായിരുന്നു. ചാളയല്ലേ കൊടുത്താ കാണുന്നില്ല ഞാൻ. നമുക്ക് ഒരേ ഒരേ ഐറ്റം കറിയിട്ട് കളിച്ച് എങ്ങനെയുണ്ട് മച്ചാനെ? ഇറക്കിയിട്ട് പറയാൻ പറ്റുള്ള ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി പതുക്കെ, ധൃതിയില്ല. ധൃതിയില്ല. പച്ചങ്ങയും ചാളയും മോരെല്ലാം ഒരു ടേസ്റ്റും. അടിപൊളിയുണ്ടോ സുണ്ടാപ്പി നിനക്കാണ്. അപ്പം അങ്ങനെയൊക്കെയുണ്ട കാര്യങ്ങൾ. അപ്പം നോക്കി, ഇത് നല്ല രസമാണ്. വീട്ടിലുള്ള കറികളെല്ലാം കൂട്ടി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഇതല്ലേ. എങ്ങനെയുണ്ട്? മിണ്ടാണ്ടിരിക്കാനുള്ള മിണ്ടാണ്ടി തട്ടിക്കാണ് മിണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി. ആ മോരുടെ മധുരവും ഞങ്ങൾ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറിയും എരിവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചടിച്ചുകൊണ്ട് അടി ചേർത്ത് കുഴച്ച് വരുമ്പോൾ ടേസ്റ്റ് വന്നത്. അതെ, ചാറ് അവിടെ കിടക്കുകയുള്ള അടിയിൽ ഞാൻ ശ്രദ്ധിക്കാധികം ചേർത്ത് കുഴക്കായിരുന്നു. അധികം കൊടുക്കല്ല. അധികം വെച്ചാലേ എരിവല്ല, മൊത്തത്തിൽ ചോറും അധികം തിന്നാൻ പാടില്ല. എന്നാൽ 2 പിടി അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു. എന്താണത് കയ്യിൽ? കൊണ്ടാട്ടം 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 ചാള. അപ്പം അമ്മ അതെല്ലാം കൂടെ ഒന്നിനി എരിവും ഒക്കെ എല്ലാം കൂടെ ചെറിയ ചില കറികളൊക്കെ നോക്കിയിട്ട് വേണേ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഒന്നും നോക്കില്ലേ, അംഗത്തിന് തയ്യാറാണ്. വെയിറ്റ് ചെയ്തിരിക്കണേ. അതെ, നൂറിട്ടിട്ടേടാ. അത് ഒന്നോടാ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി. സ്വർഗം മാമ. മാറ്റി വെച്ചിട്ടില്ല. ഒന്നും പറയാനല്ല. അടിപൊളിയാണ്, അടിപൊളിയാണ്. തന്നെ അറിയാൻ പറ്റും. അതെ, പിന്നല്ലാണ്ട് ഇത്രയും സാധാരണ കറികൾ കൊണ്ട് കിടല ഉണ്ടാക്കാം. അമ്മയ്ക്ക് കൊടുക്കച്ച് അത്ര കിടുക്കൻ ഒന്നും പറയാനല്ല. ഇനിയിപ്പ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സാധനം ചട്ടി മേടിച്ചിട്ടുണ്ട് പോവാൻ പോവേണത്. ഞാൻ തീർക്കുന്നു. ഒരു പൊളിയുണ്ട്. ശ്രുതിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ നേരത്തെ കഴിച്ചതുകൊണ്ട് ഞാൻ ചോറ് ട്രിപ്പ് കഴിഞ്ഞതാണ്. കഴിക്കണല്ലോ. അതെ, പിന്നെ വെച്ചാൽ ചെറിയ ചെറിയ സാങ്കേതിക കാരണത്താൽ നമ്മൾ കഴിക്കുന്നില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. എന്താ പറയുക, ആക്ച്വലി ഇതിപ്പോ നൈസായിട്ട് കഴിക്കുക, ഒതുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ചട്ടി അങ്ങോട്ട് മേടിച്ചെന്ന്. അതെ, അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോൾ സുമ ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഇപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എല്ലാ വീട്ടിലൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലത്തെ രസകരമായ വീഡിയോസ് ഇനി പുറകെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇനിയും വേണം. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, വരലെണ്ണ ദിവസങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കും. നോട്ടിഫിക്കേഷൻ വരാത്ത ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അതിൽ തന്നെ നമ്മുടെ വീഡിയോ ഇടേണ്ട സ്ഥിരമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടിച്ച് നിർത്തുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.